ആ നല്ല വ്യൂസ് കിട്ടിയടി. ഞാൻ എടുത്തിട്ടത്, ഞാൻ എത്ര റീച്ച് കിട്ടുന്നൊന്നും വിചാരിച്ചില്ല. ആ നെഗറ്റീവ് അയാൾ മരിച്ചു കിടക്കല്ലേ, അയാളെ ബർത്ത്ഡേ പാർട്ടി ഒന്നല്ലോ ഇവിടെ. നീ എന്നെ വലിയ ഉപദേശിക്കാൻ നിൽക്കണ്ട. നീ എന്റെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് എറിവ് വിളിച്ചുള്ള പണി എനിക്ക് തരുന്നുണ്ട്. പണി ഉണ്ടെങ്കിൽ ഇപ്പൊ താടി എടി. നിന്റെ ഉണങ്ങിയ ദിവസം കൊണ്ട് ആർക്കാരും തെരടിക്കാൻ തോന്നും. എന്താ അമേരിക്ക വിചാരിച്ചു നീ? നീയൊക്കെ ഏത് കാലത്താടെ ജീവിക്കണേ? ഒരു അമ്മാവൻ കളിക്കാൻ നിൽക്കണേ. പോടാ അവിടുന്ന്. ഈ ബോഡിയായിരുന്നു ഓരോ തെണ്ടിത്തരം കാണിച്ചിട്ട് പിന്നെ പൊന്നാരം പറയാൻ നിൽക്കുക. ഓ അതൊരു നാടനായ പ്രഭാരമായിട്ടൊരു മരിച്ചു വിടാണ്. അതിന്റെ ഒരു മര്യാദ അല്ലേ ഈ കോലത്തിലൊക്കെ വന്നിട്ട്? സന്തോഷം മേടിച്ച എന്താണ് മാമ? കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കണ്ട, വേണ്ട വേണ്ട. കുടിക്കാനല്ല പറഞ്ഞു. സ്വബോധത്തിൽ എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്ന തോന്നുന്നില്ലടാ. ഇതെപ്പോ തുടങ്ങിയത്? കുറച്ചേരായി. അതുകൊണ്ടാണ് മാമൻ ലേശം തരിപ്പിൽ നിൽക്കണ്. മനസ്സിലായോ? മാമങ്ങളുള്ള ബോധം പോണതിന് മുന്നേ ഒന്ന് പോയി കാണാൻ നോക്ക്. ശരി ശരി. ഈട് പോന്ന ഇനി കുടിക്കല്ലേട്ടോ. ചേട്ടാ എപ്പോഴും എടുക്ക? മരിച്ചല്ലോ എടുക്ക. അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല. ഈ രാവിലെ പോരെ. പിടിക്കേട്ടാ. മനുഷ്യന്റെ ആത്മാവ് കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? നിനക്ക് പറഞ്ഞ മനസ്സിലായില്ല. ചേട്ടാ ചേട്ടാ ഇതൊന്നും എടുത്ത് അങ്ങോട്ട് വരുമോ? നിങ്ങൾ തന്നെ എടുത്തിട്ട് വരും, പിന്നാലെ വരും, വരും. ആരെല്ലാം കുടിപ്പിച്ചിട്ടാണല്ലോ ഇതിനെ. കൊടകൊണ്ട് ഒഴിക്കട്ടെ, കപ്പെടുത്ത് കുറേശ്ശെ വയ്ക്കോ പറക്കണോ. കളിവാൻ ടൈറ്റാണല്ലോ. ക്യാമറ അടങ്ങേറാക്കാണ്. എടോ ഉള്ളിലേക്ക് ബേജാറാവില്ല. ഇനി സമയമുണ്ടല്ലോ അല്ലേ ബാബാ? ചേട്ടാ ചേട്ടാ ആ ഉള്ളുന്നേ ഒരു തോർത്തുമുണ്ടും നേരം പറയും. അവിടെ ചോദിച്ചാ മതി. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം. ശശിയെ, എനിക്കങ്ങനെ ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ രാജുവും സ്ഥലവും പിടിച്ചു വെച്ചോണ്ടാ. അല്ലെങ്കിലേ ഈ ചന്ദ്രൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുത്തിനി. തലയ്ക്ക് വെളിവില്ലേ ചന്തയ്യ? എന്ത് തലയ്ക്ക് വെളിവില്ലാന്ന്? എന്തൊരു നാണക്കേടാണിത്. എന്നോടുള്ള ചുരുക്ക അയാൾ ഈ കാണിക്കണേ. ഏട്ടാ ചക്ക ഇതൊന്നും അവിടെ കൊണ്ടു കൊടുത്തേക്ക്. കഴിഞ്ഞ തിരുവോണത്തിന് വന്നിട്ട് എന്തായിരുന്നു മേട്? കുടിച്ചിട്ടേ കള്ളും കുപ്പിയും കൊണ്ടുവന്നിട്ട് അച്ഛനെ കുടിപ്പിക്കാനായിട്ട്. എന്നൊക്കെ ഒന്ന് പറഞ്ഞോട്ടൂടെ അയാളെ? ഞാനേ ചന്ദ്രേട്ടാ ചടങ്ങ് കഴിയട്ടെ, എന്നിട്ട് വേണം നമുക്ക്. ഹലോ, ഒരു ലുങ്കി എന്താ അർത്ഥം? ആടെ അമ്മാനെ കുളിപ്പിക്കുന്നുണ്ട്. ഡേ മോളെ ജയേ, അവിടെ ഒരു മുണ്ടൊന്ന് ഓർത്തെടുത്താ ഇപ്പൊ തരും. ആരതൊക്കെ ആർക്കറിയാണ്? ആ ഈ വീട് മുഴുവൻ അച്ഛൻ്റെ ശിഷ്യന്മാര് കയറി നിരങ്ങല്ലേ? ആ വണ്ടൊരുത്തങ്ങനെ കയറി ഇറങ്ങിയില്ലല്ലോ കൊട്ടുമേളെന്നൊക്കെ പറഞ്ഞിട്ട്.
കൊട്ടി പുറത്ത് കയറി കൊട്ടിന്ന് കേട്ടിട്ടില്ലേ? ആ അവിടെ അങ്ങനെ. അതെ, സജനേച്ചും ചേട്ടൻ നെല്ലിയാമതിന്ന് പുറപ്പെട്ടുത്രേ. നീ ടീച്ചറെ വിളിച്ചു പറഞ്ഞിരുന്നോ വരുന്നില്ലാന്ന്? അച്ഛൻ വിളിച്ചു പറഞ്ഞു. എന്നാലും അപ്പൂപ്പന് മരിക്കാൻ കണ്ട നേരം. ഞാൻ റൈഡിലൊക്കെ കയറാന്ന് വിചാരിച്ച് പുതിയ നിക്കറൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നീ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മൂഡ് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേതാ തൊപ്പി? പുതിയതാ? ഒന്നുമില്ലമ്മാ. പോ വരണോ? ഞാൻ ഈ കൈക്കൗട്ട് എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇല്ല, ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ആതിരയുടെ ബന്ധു? അതെ. അവിടെ ആരായിട്ട് വരും? മൂത്താപ്പന്റെ മോനാ. മൂത്താപ്പ? അല്ലല്ല, വില്ലച്ചന്റെ. സജു ബാഗ് ഞാൻ പിടിച്ചോളാം. ഇല്ല, ഞാൻ പിടിച്ചോളാം. വെറുതെ നടുവേനെ വെച്ചോണ്ട് ആ ചോര ഇറങ്ങുമ്പോ വണ്ടിയിലിരുന്നു. നടുവൊന്നും കളയല്ലേ സജു, ആവശ്യമുള്ള നമുക്ക്. നെല്ലിയാമ്പത്തേക്ക് അവിടെ തന്നെ ഉള്ളതാണ്. ഇങ്ങോട്ട് വാ, നോക്കി കിടക്ക്, വഴുക്കലുണ്ട്. ആ പിടി. ഞാനും വേണ്ട കേട്ടോ. എന്തിനാ ഇത്? മൂന്നാൾക്ക് പിടിക്കേണ്ട വെയിറ്റ് ഒന്നുമില്ല. ഓടല്ലേ? പതുക്കെ പതുക്കെ പതുക്കെ. എന്താടാ ഇവിടെ നല്ല ഉറുമ്പുണ്ട് കേട്ടോ മക്കളെ. ചന്ദ്ര, എന്താ ചെണ്ടമേള കേട്ടു ശ്രീജ പറഞ്ഞ കേട്ടു? ആ അതാ മാമ അവിടെ വെള്ളടിച്ച് ഓരോന്നെന്ത്. ഞാൻ വീട്ടിലെത്താൻ കുറച്ച് വൈകി. സസ്പെൻഷൻ കേസൊക്കെ അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണോ? ആ അതന്നെ ഞാനും ആലോചിച്ച്. മൂപ്പരൊരു പോലീസ് ഓഫീസർ അല്ലേ? സുരേഷിന്റെ വീട്ടിൽ എന്താ മാവ് വാങ്ങിയൊന്നുമില്ല? CCTV പെട്ടെന്ന് പറയുന്ന കേട്ടല്ലോ. CCTV അതൊക്കെ വെറും ഫോട്ടോഷോപ്പാണ്. നേരത്തെ വന്നോ? അതെ. മോളെ, നിന്റെ അപ്പൂപ്പൻ പോയടി. നിന്റെ കടക്കവളടി? അതൊക്കെ അവിടെ ഉണ്ട്. ഓ വലിയ മാറ്റമൊന്നുമില്ല. ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകാൻ ഇറങ്ങിയൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ മൈൻഡ് ചെയ്യണ്ടടി. നീ വല്ലതും കഴിച്ചിട്ടാണോടി വന്ന്? ഇറങ്ങുമ്പോ സുനിയന്റെ ഷവർമ വാങ്ങിച്ചു തന്നായിരുന്നു. ഓനെ നോക്കടാ. അടുപ്പിന്റെ അടിയില് ഇന്നലത്തെ പരിപ്പോടെ ഇരിക്കുന്നുണ്ട്. നീ ആ ചെക്കൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്, ആരും കാണാട്ടോ. അച്ഛാ, ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ആ കുളിക്കുന്ന സ്ഥലത്ത് ഉണ്ട കണ്ണായിട്ട് ഒരു ചങ്ങായി ഉണ്ടായിരുന്നില്ലേ, നീ കണ്ടിരുന്നു? സലാമക്കല്ലേ? സലാമൻ എന്താ ഈ പറഞ്ഞിട്ട് ഉണക്കി മനസ്സിലാവാൻ? യെല്ലോ YELLOW. അതിവിടെ ഈ വഴീന്റെ പ്രശ്നമുണ്ടാ, ഇല്ലെങ്കിൽ ഇവിടെ നല്ല വില കിട്ടും. ചേട്ടാ അത് നിങ്ങൾ തന്നെ. ചേട്ടാ അത് നിങ്ങൾ തന്നെ. ഇത് പിടി. എടാ, ഈ വീട്ടിലേക്ക് ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ആ നിങ്ങൾ ഏത് വഴിയെന്ന്? ഞാനും ആ വഴിക്ക് തന്നെ വന്ന. വീടിന്ന് ഈ സമയത്ത് പോകാൻ വല്ല വണ്ടിയും കിട്ടുമോ? 5 മണിക്കൊരു ബസ്സുണ്ട്. അതിന് നിങ്ങൾ പോവാ? അല്ല, പോകാൻ നല്ലപ്പാ. അടച്ചേക്കാലോ. ഇയാളെന്ന് എടുത്തന്നെ ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചാണ്. അതിപ്പോ നമ്മളോർത്തോ അപ്പൂപ്പ മരിക്കുന്നു. സാരമില്ല, അടുത്തേക്ക് നമുക്ക് കാന്തല്ലൂർ ഓടിക്കും. അവിടെ നമ്മുടെ റിസോർട്ടുണ്ട്. അവിടെ ഈ കിടപ്പിൽ കിടന്ന് നോക്കിയാലുണ്ടല്ലോ, ദൂരത്തായിട്ട് തേയിലത്തോട്ടവും മഞ്ഞും തണുപ്പും മാത്രമല്ല, അവിടെ റൈഡും ഇല്ല. നിങ്ങൾ പോയിട്ടോ അവിടെ? ഞാൻ പോയിട്ടില്ല, മാതൃഭൂമിയുടെ യാത്രാവാരികയിൽ വായിച്ചാണ്. ഈ ടേബിളൊന്ന് പുറത്തേക്ക് എടുക്കണം. ഓ ആയിക്കോട്ടെ. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മാറ്റും. പിടിക്കേ, ആ ക്ലാസ് നിർക്കും. ബ്രോ, നമ്മൾ 2021 IFFക്കിൽ വെച്ച് കണ്ടിട്ടില്ലേ? ഈ പിടിച്ചേ. ഇല്ല, കയ്യിൽ പാസ്പോർട്ടൊന്നുമില്ല. പാസ്പോർട്ടാ? ഈ നാട്ടിൽ പുരോഗമനം എത്തിയിട്ടില്ല. ബാലേന്ദ്രമേനോൻ്റെ പോലെ ഉണ്ട് കുരിപ്പ്. നീ സാഹചര്യം ശ്രദ്ധിച്ചോ? നിനക്ക് യോഗയിലിട്ടോ സന്തോഷേ. അയ്യ അതല്ലടാ, പിടിക്ക്, വാ പിടിക്ക്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ പെട്ടെന്ന് കയറി അങ്ങോട്ട് ഭംഗിക്കും. എന്താ എനിക്ക് ഇങ്ങോട്ടോ, ഞാൻ പറഞ്ഞുതരാം. വാ വാടാ, പെണ്ണുങ്ങല്ലേ, വാ.
അതെന്താ അറിയോ, ഈ കല്യാണം കഴിഞ്ഞാൽ പ്രത്യേകതരം കർമ്മങ്ങളുണ്ട്. അത് ഒരുമാതിരി വെറുപ്പിക്കും. ജീവാ ഇടുക കർമ്മങ്ങളുടെ കാര്യം പറഞ്ഞുതരാം. സൗദി വേൾഡ് കപ്പ് കളിക്കാവുന്നല്ലേ? അവരുടെ ഹോം ഗ്രൗണ്ട് അല്ലേ? നിങ്ങൾ നമ്മുടെ കളി ചായ എന്ന് പറഞ്ഞാലേ സൗദിയിലെ ചായ, അതാണ് ചായ. ആ സാർ അറിഞ്ഞായിട്ടില്ലല്ലോ. സാറിപ്പോ ഏത് കാറാ ഉപയോഗിക്കുന്നത്? പോളോ. പോളോ അല്ലേ? സാറിനിപ്പോ മാസവരുമാനം എത്ര കാണും? ഒരു 30-40 കിട്ടും അല്ലേ? സാറിന് തോമസ് സാറിനറിയാം? ഏത് തോമസ്? മറ്റേ കാഞ്ഞാണി SI ആയിരുന്നു. ഓ, ആ തോമസ്. അറിയാം. പുള്ളിയുടെ മാസവരുമാനം എത്ര അറിയോ? ലക്ഷങ്ങൾ വരും. മൂപ്പര് പുതിയ BMW കാർ വാങ്ങി കഴിഞ്ഞ മാസം. പിന്നെ നമ്മുടെ ഷാജി, അതായത് പെരിങ്ങോട്ടുകര സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ഷാജി, അവൻ കഴിഞ്ഞ ആഴ്ച BMW കാർ ബുക്ക് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് സാറ് സാറൊരു 10,000 രൂപ ഇത് ചേരുന്നു. ഇത് ശ്രീജ, സാറിന്റെ വൈഫ്. ഇത് സാറിന്റെ അനിയൻ പ്രകാശൻ. ഈ 2 ഗ്ലാസും സാറിന്റെ ലെഫ്റ്റും റൈറ്റും വന്ന സാർ ആരായി? സ്റ്റാർ മെമ്പർ. ഇനി സാറ് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ഓപ്ഷൻ എടുത്ത് മാറ്റാൻ പറഞ്ഞേ. എന്ത്? ആ ഓപ്ഷൻ എടുത്ത് മാറ്റാൻ പറയൂ. ആരേത്? ശശിയെ മോന്റെ BMW ഒന്ന് എടുത്ത് മാറ്റാൻ കൊടുക്കട്ടോ. അപ്പോഴേ പറഞ്ഞാണ് രാത്രി കുളിക്കണ്ട. കുളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും സുഖം ഉണ്ടാവുള്ളൂ. സജു ചെറിയ മഴയൊക്കെ വരുന്നുണ്ട്. സജു നീ കൂടെ വേണമെങ്കിൽ കുളിച്ചോട്ട. മതി തല ഇളക്കി കളയല്ലേ.